വല്ലപ്പുഴ കുറുവട്ടൂർ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അമ്പലമാണത്. ഉണ്ണിക്കണ്ണനാണ് കുട്ടിയായിരിക്കുന്ന ഒരു രൂപമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. വല്ലപ്പുഴ കുറുവട്ടൂർ ശിവക്ഷേത്രത്തിൻ്റെ കീഴടമാണ്. ചുങ്കപ്ലാവിന്ന് വന്ന് 1/2 കിലോമീറ്റർ പോകുന്ന ഇടത്തോട്ട് വഴിയുണ്ട്. കൃഷ്ണൻ്റെ ഒരു കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട്. ആ റോഡിന് വന്നാലാണ് കൃഷ്ണൻ്റെ അമ്പലം. അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ കൊണ്ട് കഷ്ടി പോയ ശിവക്ഷേത്രമായി. ചുങ്കപ്ലാവിന്ന് ഇറങ്ങി ആ അലമാര കമ്പൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് പോയ ശ്രീരാമക്ഷേത്രവുമുണ്ട്. 2 കിലോമീറ്റർ ദൂരം. അത് പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി ചുറ്റമ്പലം പണി കഴിഞ്ഞ് നിൽക്കുന്നു. അതിപ്പോൾ ബാക്കി പ്രശ്നം വെച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ നടക്കുന്ന ഭാഗം ഒക്കെ നടക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അമ്പലത്തിൽ നറുക്കൽ നേദ്യം മാത്രമേ ഉള്ളൂ. ഒരു അഷ്ടമിരോണി, പിന്നെ ഒരു കുചേല ദിനം, പിന്നെ പുഷ്കണി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയാണ് ഈ അമ്പലത്തിലുള്ള. ഇതിൻ്റെ പുനരുദ്ധാരണം ആരംഭിക്കുന്ന ഒരു ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കണ്ണനാണ്. എപ്പോൾ വിളിച്ചാലും ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി കളിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി അയലെന്നെ ഓടക്കുഴലെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവരെല്ലാവരും നാട്ടുകാർക്കും തോന്നും ഈ അമ്പലം ഒന്ന് നേരം പോലെ ഏക്കിക്കളെന്ന്. അതാണ് ഇവിടുത്തെ അവസ്ഥ. കുട്ടി ഞാൻ ഇപ്പോൾ പറയുന്നതേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ കടന്നുറങ്ങുമ്പോൾ പുലർച്ചെ 4 മണിക്ക് ഉണർന്ന് നോക്കുമ്പോൾ ഒരു ദിവസമുണ്ട്. ഒരു അഷ്ടമിരോണി ദിവസം കാണുന്നു. അഷ്ടമിരോണി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആളുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരമ്മയും കുട്ടി ഉള്ളിൽ നിന്ന് ഇറങ്ങി പറഞ്ഞു. അപ്പം എൻ്റെ തുണക്കാരനോട് ചോദിച്ചു, മോഹനാ എടാ ഈ കുട്ടി അമ്മ ഏതാ അറിയുന്നില്ലല്ലോ. ഇങ്ങനെ നല്ല തേജസ്സുള്ളൊരു കുട്ടി അമ്മയാണല്ലോ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇതേവരെ ഒരാളോടും മുണ്ടിയില്ല. അതിൻ്റെ ഭാഗമായി അമ്മമാർ പറഞ്ഞു. അപ്പോൾ ഒരു മാതൃസമിതി ഉണ്ടാക്കി. അപ്പോൾ അത് കൊണ്ടുനടക്കാനുള്ള ഒരു ഭാവത്തിലാണ് നടക്കുന്നത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇന്ന് ഇപ്പോൾ ഇതെടുക്കാൻ തമ്പരാൻ വന്നപ്പോൾ ഇതും കൂടി പറഞ്ഞോളൂ. ഇതുവരേക്ക് ഞാൻ ഉണ്ണിക്കണ്ണൻ്റെ കാര്യം ഒരാളോടും പറഞ്ഞിട്ടില്ല. ആ കുട്ടി ഓടക്കുഴലും കയ്യിൽ പിടിച്ച് പുറത്തിറങ്ങി മണ്ടയ്ക്ക് ഓരോന്ന് കിട്ടുമ്പോൾ നാട്ടുകാർ മുഴുവൻ ഉണരും. അതുവരേക്കും ഈ ഉണ്ണിക്കണ്ണനെ നോക്കൽ പോരാ. എല്ലാവരും നർക്കല നേദ്യം മാത്രമേ ഉള്ളൂ. ഇത്രയാണ് ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നേരം പോലെയൊക്കെ നടത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു.